അപ്പോൾ നമ്മൾ മരണപ്പെട്ട മയ്യത്തിൻ്റെ ഖബറിൻ്റെ സമീപത്ത് ഏകദേശം 1.25 മണിക്കൂർ അവിടെ തന്നെ താമസിക്കണം എന്ന് നമ്മൾ പഠിച്ചത് പ്രാവർത്തികമാക്കുകയും വേണം. ഖബറ മൂടിയ ശേഷം പെട്ടെന്നങ്ങ് അവിടെ നിന്ന് പിരിഞ്ഞു പോരുക എന്നത് ശരിയല്ല. കാരണം നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ സഹോദരി പാരത്രിക ലോകവുമായി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് യഥാർത്ഥ ജീവിതമാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഫയജ്ലിസു അൽ മുലഖിനു, തെൽഖീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞത് യുസന്നു തെൽഖീനു ബാലിഗിൻ, പ്രായപൂർത്തി എത്തിയ ഒരാൾ മരണപ്പെട്ടാൽ ആ പ്രായപൂർത്തി എത്തിയ മനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ അവരുടെ ഖബറിന്റെ അടുക്കൽ തെൽഖീൻ ചൊല്ലൽ സുന്നത്തുണ്ട് എന്നാ. ലി ഖബറിൻ ഫീഹി, അതിൽ ഹദീസും ഉണ്ട്. അതിന്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. വലോ ഷഹീദൻ, അത് രക്തസാക്ഷിയായി മരണപ്പെട്ടാലും ശുഹദാക്കൾപ്പെട്ട ആളായാലും തെൽഖീൻ ചൊല്ലൽ സുന്നത്തുണ്ട്. എന്താ തെൽഖീൻ എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുക്കുക എന്നാണ്. 2 ചൊല്ലിക്കൊടുക്കലുണ്ട്. ഒന്ന്, മരണം ആസന്നമായ വ്യക്തിക്ക് തൊട്ടടുത്ത് നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിക്കൊടുക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ട് മറമാടിയതിൻ്റെ ശേഷവും തെൽഖീൻ സുന്നത്തുണ്ട്. ഈ തെൽഖീൻ ബഅദ തമാമി ദഫൻ, മറമാടൽ പൂർത്തിയായതിൻ്റെ ശേഷമാണ്. മറ്റേ തെൽഖീൻ മരിക്കാൻ കിടക്കുന്ന നേരത്തുള്ള തെൽഖീനാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കലാണ്. ഇത് ഈ മയ്യത്തിന് ഖബറിലുള്ള ചോദ്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വിവരണം നൽകലാണ്. എവിടെ ഇരിക്കേണ്ടത്? ഫയജ്ലിസുൽ മുലഖിനു, തെൽഖീൻ ചൊല്ലിക്കൊടുക്കുന്ന വ്യക്തി ഇരിക്കണം ഖുബാലത്ത വജ്ഹിഹി, മയ്യത്തിന്റെ മുഖത്തിന്റെ നേരെയാണ്. അപ്പൊ ഖിബിലായിലേക്ക് ഇരിക്കുന്ന ആളുടെ ബാക്ക് ഭാഗമാണ് വേണ്ടത്. ഇരിക്കുന്ന ആള് മയ്യത്തിന്റെ തലഭാഗം നോക്കിയിട്ട് അവിടെ മുഖത്തോട് നേരിട്ടിരിക്കണം. അങ്ങനെ തന്നെ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോഴും വേണ്ടത്. സിയാറത്ത് ചെയ്യുമ്പോൾ ഉമ്മയാണോ വാപ്പയാണോ ഓരുടെ മുഖത്തിന്റെ ഭാഗത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുഖത്തോട് നേരിട്ട് നമ്മൾ നിന്നുകൊണ്ട് ഖുർആൻ ഓതണം. ദുആ ചെയ്യുമ്പോഴോ അതിന്റെ അദബ് നേരെ ഖിബിലാക്ക് മുന്നിട്ട് കൊണ്ട് ബാക്കോട്ട് നിന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് ദുആയിലേക്ക്. ഇത് പല ആളുകളും ചെയ്യാറില്ല. എല്ലാവരും ഒറ്റ നൃത്തം നിൽക്കും, എന്നിട്ട് അങ്ങ് ദുആ ചെയ്യും. അങ്ങനെയാണ്. ഇതിന്റെ ശരിയായ വശം ഇങ്ങനെയാണ്. ഖുബാലത്ത വജ്ഹി, മയ്യത്തിന്റെ മുഖത്തിനോട് നേരിട്ട് നിന്നുകൊണ്ട് തെൽഖീൻ ചൊല്ലുക. വൽഹുല്ലാറു വുഖൂഫുൻ, പരിസരത്ത് സമ്മേളിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ, മയ്യത്തിന്റെ കൂടെ വന്ന ആളുകളൊക്കെ, അവരൊക്കെ നിൽക്കുക. അപ്പോൾ ഒരാൾ ഇരിക്കുക, ബാക്കിയുള്ളവരൊക്കെ നിൽക്കുക. ഫയഖൂലു, എന്നിട്ട് പറയണം, യാ അബ്ദല്ലാഹി ഇബ്ന അമത്തില്ലാഹ്, അള്ളാഹുവിന്റെ അടിമയാകുന്ന ഉമ്മ ഹവ്വാ ബീവിയുടെ മകൻ റളിയല്ലാഹു അൻഹ, അവരുടെ മകനായ അള്ളാഹുവിന്റെ അടിമേ, ഇന്നാലിന്ന ആള്, മൂസ അല്ലെങ്കിൽ യൂസുഫോ അല്ലെങ്കിൽ ബഷീറോ അല്ലെങ്കിൽ മുഹമ്മദോ ആരാവട്ടെ, യാ അബ്ദല്ലാഹ്, ഇങ്ങനെ വിളിക്കാം, അള്ളാഹുവിന്റെ അടിമേ. ഉദ്കുരിൽ അഹ്ദ, നീ ഒരു ഉടമ്പടിയെ ഓർക്കണം. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ആദർശം. ജീവിതത്തിൽ ഒരു ആദർശം ഉണ്ടാവും എല്ലാവർക്കും. ആ ആദർശത്തെ നീ സ്മരിക്കണം, ഓർക്കണം. അല്ലദീ, എങ്ങനെയുള്ള അഹ്ദാണ്, ആദർശമാണ്, ഖറജത അലൈഹി, നീ അതിന്റെ മേലിലാണ് പുറപ്പെട്ടത്, മിനദ്ദുന്യ, ഈ ഭൗതിക ലോകത്ത് നിന്ന്. ഈ ഭൗതിക ലോകത്ത് നിന്ന് പുറപ്പെടുന്ന നേരത്ത് നീ ഏതൊരു ആദർശത്തിന്റെ മേലിലാ ജീവിച്ചത്, ആ ആദർശം നീ ഓർക്കണം. അതേതാ? ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്. ഇതാ നമ്മുടെ ആദർശം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ആദർശം പ്രചരിപ്പിക്കാനാണ് എല്ലാ പ്രവാചകന്മാരും ഇവിടെ വന്നിട്ടുള്ളത്. ആ പ്രവാചകന്മാരുടെ മുഴുവൻ നസീഹത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിപ്പിക്കലായിരുന്നു. അത് തിരിയാത്തോല് ദുനിയാവുന്നാണ് പോകും, ആഖിറത്തുനിന്ന് അല്ലാഹു തആല വളരെ പരീക്ഷിക്കും.
അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വ്യക്തമായി മനസ്സിലാക്കി ആ ആദർശത്തിൽ പ്രവർത്തിച്ച് മരിക്കണം. ആ പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ അടുക്കൽ കബൂലാകുക. അതാണ് ചോദ്യം ഉണ്ടാവുക. എന്നിട്ട് പറയുന്നു അന്നൽ ജന്നത ഹഖ്, സ്വർഗം ഹഖാണ്, വ അന്നൻ നാറ ഹഖ്, നരകം ഹഖാണ്, വ അന്നൽ ബഅസ ഹഖ്, പുനർജന്മം എന്നതുണ്ട്, അത് ഹഖാണ്, വ അന്ന സഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ, ഒരു ഖിയാമത്ത് നാള് എന്ന സംഗതി വരാനുണ്ട്, അത് ഹഖാണ്, ലാ റൈബ ഫീഹാ, യാതൊരു സംശയവും ഇല്ല. വ അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറിൽ നിന്നുള്ള ആളുകളൊക്കെ അല്ലാഹു തആല പുനർജന്മം നൽകും. വ അന്നക റളീത ബില്ലാഹി റബ്ബ, നീ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വ ബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു. വ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് നബിയെ നബിയായി കൊണ്ട് നീ തൃപ്തിപ്പെട്ടു. വ ബിൽ ഖുർആനി ഇമാമ, ഖുർആനിനെ ഇമാമായി നീ തൃപ്തിപ്പെട്ടു. വ ബിൽ കഅബതി ഖിബ്ലത, കഅബയെ ഖിബ്ലയായി നീ തൃപ്തിപ്പെട്ടു. വ ബിൽ മുഅ്മിനീന ഇഖ്വാന, മുഅ്മിനീങ്ങളെ സഹോദരന്മാരായി നീ തൃപ്തിപ്പെട്ടു. റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ വേറെ ഇലാഹില്ല. അലൈഹി തവക്കൽതു, ഞാൻ അവന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ മേൽ ഏൽപ്പിച്ചു. വഹുവ റബ്ബുൽ അർശിൽ അളീം, അവനാണ് ഉന്നതനായ അർശിന്റെ റബ്ബ് എന്ന്. വയുസന്നു തക്റാറുഹു സലാസ, ഈ ഒരു തൽഖീൻ 3 പ്രാവശ്യം ആവർത്തിക്കൽ സുന്നത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതൊക്കെ കേട്ട് മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ബാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും അവരൊക്കെ, സഹോദരൻ മരിച്ചാലും കൂട്ടുകാരൻ മരിച്ചാലും അവരൊക്കെ ഖബറിന്റെ സമീപത്ത് കുറച്ചു നേരം നിന്ന് ഒരു 1.25 മണിക്കൂറോളം അവിടെ കൂടിയിരുന്ന് മയ്യത്തിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ നല്ല നല്ല കാര്യങ്ങളും ഖുർആനോത്തും നസീഹത്തുമായി തസ്ബീത്തുമായി അവിടെ കൂടി നിൽക്കണം എന്ന് നമ്മൾ പഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഭാത സമയത്തുള്ള പ്രാർത്ഥന ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അല്ലാഹ്, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഷഹാദത്ത് കലിമയനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആദർശത്തിൽ നീ പിഴപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് മഹാസിനുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടതിന്റെ ശേഷം നന്മകൾ പറയുന്ന ഒരുപാട് ലിസാനുകളെ, നാവുകളെ ഞങ്ങൾക്ക് നീ പിൻതലമുറക്കാരായി ഉണ്ടാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയെ നല്ല മനുഷ്യന്മാർ കൈകാര്യം ചെയ്യുന്ന ജനാസയാക്കി മാറ്റണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ റബ്ബെ, ഖബറിൽ കിടക്കുന്ന ഞങ്ങളെ ഉറ്റവരും ഉടയവരുമായ മുഴുവൻ ആളുകൾക്കും, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, ഭാര്യമാർ, ആരൊക്കെയാണോ ഖബറിലുള്ളതെങ്കിൽ അവർക്കൊക്കെ നീ വിശാലമായ നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു കൊടുക്കണേ അല്ലാഹ്. നീ റഹ്മത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഖബറിടം സ്വർഗീയ ഭവനമാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗികളുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ, നീ ആജിലായ താമായ ശിഫ നൽകണേ അല്ലാഹ്. പരീക്ഷ അടുത്തിരിക്കുകയാണ്, മക്കൾക്കൊക്കെ ഹൈറായ പരീക്ഷകളാക്കി മാറ്റണേ അല്ലാഹ്. എല്ലാം പഠിച്ചതൊക്കെ ഓർമ്മയിൽ വന്ന് എഴുതി വിജയിച്ച് നല്ല സന്തോഷമുള്ള റിസൾട്ട് നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആഖിർ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നരകത്തിൽ കത്തിക്കുന്ന ഇന്ധനങ്ങളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട് ദിവസവും ഖുർആൻ ഓതുന്ന കണ്ണ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഖുർആനിലേക്ക് നോക്കാനുള്ള കണ്ണും ഖുർആൻ ഓതാനുള്ള നാവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പണികൾ വ്യത്യസ്തമായ ജോലികളാണ്. ആ ജോലികളിലൊക്കെ നീ ബറകാത്തുകൾ ചൊരിയണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മഈശത്തിന് വിവിധ മാർഗങ്ങളാണ് നീ കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും. അതിലൊക്കെ നീ ഖൈറുകൾ നൽകണേ റബ്ബേ. ആവശ്യ പൂർത്തീകരണത്തിന് ഉതകുന്നതാക്കി തീർക്കണേ റഹ്മാനെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير فاطر السماوات والأرض أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين
റബ്ബേ ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സഹകരിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാ. അവരെ സ്വതക്കകളൊക്കെ നീ കബൂലാക്കണേ അല്ലാ. പള്ളിയുടെ ഉള്ളില് 1 സൊഫും 2 സൊഫ് 3 സൊഫ് 3 ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അവരുടെയൊക്കെ ഏറ്റെടുക്കലിൽ നീ ഖൈറുകൾ നൽകണേ അല്ലാ. അവരൊക്കെ സദുദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അൻബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തഖബ്ബലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി